നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൊമ്പത്തുകടവ് ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് വിജയം. CPI പ്രതിനിധി സുമിത ദിലീപ് 259 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം. വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. 52 ദിവസം നീണ്ടുനിന്ന നിരോധനത്തിന് ശേഷമാണ് ബോട്ടുകൾ അർദ്ധരാത്രി കടലിലേക്ക് ഇറങ്ങുന്നത്. വാർത്തകൾ വിശദമായി. വെള്ളാങ്കല്ലൂർ കൊമ്പത്തുകടവ് ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് നിലനിർത്തി. CPI പ്രതിനിധി സുമിത ദിലീപ് 259 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. UDF സ്ഥാനാർത്ഥി നസിയ മർസൂഖിനെയാണ് പരാജയപ്പെടുത്തിയത്. 4431 പേരാണ് ആകെ വോട്ട് ചെയ്തത്. LDFന് 1950 വോട്ടും UDFന് 1691 വോട്ടും, BJP സ്ഥാനാർത്ഥി ചിന്നു സതീഷിന് 791, LDFന് 1950 വോട്ടും UDFന് 1691 വോട്ടും, BJP സ്ഥാനാർത്ഥി ചിന്നു സതീഷിന് 791 വോട്ടും വീതമാണ് ലഭിച്ചത്. ഡിവിഷൻ മെമ്പറായിരുന്ന CPIയുടെ ബീന സുധാകരന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ വിജയം വളരെ അഭിമാനകരമായ വിജയമാണ്. ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ലോകമാകെ നേടി എന്നവകാശപ്പെട്ട, ഇനി UDFൻ്റെ നാളുകളാണ് എന്നവകാശപ്പെട്ട UDFനും BJPക്കും, നരേന്ദ്രമോദി നയിക്കുന്ന BJPക്കും വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ജനങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതുവഴി നൽകിയിട്ടുള്ളത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം. വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കണം. ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. 52 ദിവസം നീണ്ടുനിന്ന നിരോധനത്തിന് ശേഷമാണ് ബോട്ടുകൾ അർദ്ധരാത്രി കടലിലേക്ക് ഇറങ്ങുന്നത്. 52 ദിവസത്തെ ആഴക്കടൽ മീൻപിടുത്ത നിരോധനം ഇന്നാണ് അവസാനിക്കുന്നത്. കനത്ത മഴയും ഉയർന്ന തിരമാലകളും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകളും തൊഴിലാളികളിൽ ആശങ്ക ഉയർത്തിയിരുന്നുണ്ടെങ്കിലും 52 ദിവസത്തെ വറുതിക്കാലം അവസാനിക്കുന്നതിന്റെ ആവേശത്തിലാണ് കടലോരം. അറ്റകുറ്റപ്പണികളും പെയിന്റിങ്ങും കഴിഞ്ഞ് യാർഡിൽ നിന്ന് ബോട്ടുകൾ അഴീക്കോട്, മുനമ്പം തീരത്തണഞ്ഞു. മീൻപിടുത്ത നിരോധനത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന ഡീസൽ ബങ്കുകളിലും യാനങ്ങൾ എത്തിത്തുടങ്ങി. ഐസ് കമ്പനികൾ നേരത്തെ തുറന്നിരുന്നു. മീൻപിടുത്ത നിരോധന കാലത്ത് നാട്ടിൽ പോയിരുന്ന മറുനാടൻ തൊഴിലാളികളടക്കം തിരിച്ചെത്തി. ബോട്ടുകളും മറ്റും അവസാനവട്ട പരിശോധനകൾ നടത്തി. വലകളും മറ്റും കയറ്റി കഴിഞ്ഞു. നിരോധന കാലത്ത് എഞ്ചിനുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി. ജില്ലയിലെ 103 ബോട്ടുകളാണ് നിരോധനത്തിനു ശേഷം കടലിൽ ഇറങ്ങുക. അതേസമയം മുനമ്പത്ത് നിന്നുള്ള 860ഓളം ബോട്ടുകളും അഴീക്കോട്, അഴിമുഖം വഴിയാണ് ബുധനാഴ്ച അർദ്ധരാത്രി മീൻപിടുത്തത്തിന് ഇറങ്ങുന്നത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടി പ്രദേശത്തെ വെള്ളം കയറിയ ഭാഗങ്ങളിൽ ജില്ലാ കളക്ടറും MP-യും MLA-യും അടങ്ങുന്ന സംഘം സന്ദർശിച്ചു. ജില്ലാ കളക്ടർ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു. ചാലക്കുടി മേഖലയിൽ ആകെ 14 ക്യാമ്പുകളിലായി 514 പേരാണ് ഉള്ളത്. മേലൂർ പഞ്ചായത്തിലെ എരുമപ്പാട്ടം കോളനിയിലെ താമസക്കാരെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലും, ചാലക്കുടി നഗരസഭയിലെ കൂട്ടാൻ പ്രദേശത്തെ താമസക്കാരെ കൂടപ്പുഴ തിരുമാന്താംകുന്ന് NSS ഹാളിലും VR പുരം കമ്മ്യൂണിറ്റി ഹാളിലും ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കളക്ടർക്കൊപ്പം MP ബെന്നി ബെഹനാൻ, MLA സനീഷ് കുമാർ ജോസഫ്, ചാലക്കുടി നഗരസഭാ ചെയർമാൻ AB ജോർജ്, കൗൺസിലർ സൂസി സുനിൽ, മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത, പഞ്ചായത്ത് അംഗങ്ങളായ PR ബിബിൻ രാജ്, വിൻസി രാജേഷ്, PP പരമേശ്വരൻ, തഹസിൽദാർ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു.
കൊടുങ്ങല്ലൂരിൽ ശക്തമായ മഴയിൽ ചിലയിടങ്ങളിൽ കനോലി കനാൽ കരകവിഞ്ഞു. പുഴയോര റോഡ് വെള്ളത്തിലായി. നിരവധി വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വയലാർ പ്രദേശത്താണ് കനോലി കനാൽ കരകവിഞ്ഞത്. ഇവിടങ്ങളിൽ 1 കിലോമീറ്ററിലധികം ദൂരം പുഴയോരം റോഡ് വെള്ളത്തിൽ മുങ്ങി. പ്രദേശത്ത് 5 വീടുകളിൽ വെള്ളം കയറുമെന്ന ആശങ്കയുണ്ട്. കനത്ത മഴയെ തുടർന്ന് കാഞ്ഞിരപ്പുഴയുമായി അതിര് പങ്കിടുന്ന കനോലി കനാലിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ടെങ്കിലും അപകട സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. മണലിപ്പുഴ കര കവിഞ്ഞൊഴുങ്ങിയതിനെ തുടർന്ന് ആമ്പല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും ക്രമാതീതമായി വെള്ളമുയർന്നു. ആമ്പല്ലൂർ കനാലിന് സമീപത്തും കേളി പ്രദേശത്തും നിരവധി വീടുകളിൽ വെള്ളം കയറി. ഇവിടെ കുടുങ്ങിക്കിടന്ന നിരവധി വീട്ടുകാരെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. ആമ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിലെ റോഡിലും കല്ലൂർ പാടം വഴിയിലും വെള്ളം ഉയർന്നു. ഇതോടെ വരന്തരപ്പള്ളി, കല്ലൂർ എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാന റോഡിൽ ഗതാഗതം സ്തംഭിച്ചു. പുലർച്ചെ 2 മണിക്ക് ശേഷമാണ് പ്രദേശത്ത് വെള്ളമെത്തിയത്. ഇരുട്ടായതിനാൽ രക്ഷാപ്രവർത്തനത്തിനും തടസ്സം നേരിട്ടു. 2018 പ്രളയത്തിന് സമാനമായ രീതിയിലാണ് ആമ്പല്ലൂർ മേഖലയിൽ വെള്ളം കയറിയത്. നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയ നിലയിലാണ്. വീടിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയതോടെ ആളുകൾ ടെറസിന് മുകളിൽ അഭയം തേടി. പിന്നീട് ഫയർഫോഴ്സ് ഡിങ്കി ബോട്ടെത്തിച്ചാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. മണലിപ്പുഴയോട് ചേർന്നുള്ള അളഗപ്പ നഗർ, നെന്മണിക്കര, തൃക്കൂർ, പുതുക്കാട് പഞ്ചായത്തുകളുടെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കേളിത്തോട് പ്രദേശത്തുള്ള 25ഓളം കുടുംബങ്ങളെ പുതുക്കാട് സെന്റ് സേവിയേഴ്സ് കോൺവെന്റ് സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്കും ആമ്പല്ലൂർ പ്രദേശത്തെ നിരവധി കുടുംബങ്ങളെ അളഗപ്പ നഗർ പഞ്ചായത്ത് സ്കൂളിലെ ക്യാമ്പിലേക്കും മാറ്റി. നെന്മണിക്കര പഞ്ചായത്തിലെ പുലക്കാട്ടുകര പ്രദേശം ഒറ്റപ്പെട്ടു. ഇവിടെ ഒറ്റപ്പെട്ടുപോയ കുടുംബങ്ങളെ മാറ്റാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. തലവണിക്കര, പാലിയക്കര, പഴയ ദേശീയപാത എന്നിവിടങ്ങളിലും വെള്ളം കയറിയ നിലയിലാണ്. മീഡിയ ടൈം, തൃശൂർ. ഓടിക്കൊണ്ടിരുന്ന കാർ നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞ് കാർ യാത്രക്കാരനായ ഒരാൾ മുങ്ങി മരിച്ചു. 4 പേർക്ക് പരിക്ക്. ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് കോലഴി അത്തേക്കാട് ഗാന്ധിനഗറിൽ വെച്ചാണ് സംഭവം. പീച്ചിയിൽ നിന്നും കനാൽ വഴി വരുന്ന വെള്ളം നിറഞ്ഞൊഴുകുന്ന കനാലിൽ നിയന്ത്രണം വിട്ട് കാർ മറിയുകയായിരുന്നു. വില്ലടം കാട്ടുപറമ്പിൽ ജോയിയാണ് മരിച്ചത്. പരിക്കേറ്റവർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാർ മറിയുന്നത് കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ രക്ഷപ്പെടുത്തി 4 പേരെ പുറത്തെടുത്തിരുന്നു. വളരെ വൈകിയാണ് മരണപ്പെട്ട ജോയിയെ കണ്ടെത്തിയത്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. രാമവർമ്മപുരത്തു നിന്നും കോലഴിയിലുള്ള സുഹൃത്തിനെ കാണുവാനാണ് സുഹൃത്തുക്കളായ 5 പേരും പോയിരുന്നത്. വിയ്യൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൊമ്പത്തുകടവ് ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് വിജയം. CPI പ്രതിനിധി സുമിത ദിലീപ് 259 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം. വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. 52 ദിവസം നീണ്ടുനിന്ന നിരോധനത്തിന് ശേഷമാണ് ബോട്ടുകൾ അർദ്ധരാത്രി കടലിലേക്ക് ഇറങ്ങുന്നത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.